ഇഷ്ടപ്പെട്ടു. ആക്ച്വലി മമ്മൂക്കയെ പോലെ തന്നെ ഗൗതം വാസുദേവമേനോൻ്റെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ. പുള്ളിയുടെ മൂവീസും അതിനേക്കാട്ടിലുപരി പുള്ളിയുടെ പാട്ടുകളൊരു രക്ഷയില്ല. പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള സോങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചൈൽഡ്ഹുഡിനെയൊക്കെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സോങ്സാണ്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അത് എസ്പെഷ്യലി മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു അതിലൊരു കോണ്ടൻറ്റ് കാണും എന്നുള്ളത്. പക്ഷേ ഒട്ടും ഹൈപ്പും പ്രൊമോഷനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു കോമഡി, ആ ഒരു ഫീൽ ഗുഡ് ഫീലിൽ ഇങ്ങനെ പോയി ഒത്തിരിയധികം നല്ല കോമഡീസ് ഉണ്ടായിരുന്നു. നല്ലോണം ചിരിച്ചു. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്നൊരു ടേൺ എടുക്കുകയായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് മൂവി കയറി. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്വിസ്റ്റ് ഗംഭീരം, അടിപൊളി. പടം നല്ലതാണ്. നമുക്ക് എന്താ പറയുക, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആണ്. പിന്നെ മമ്മൂട്ടിയുടെ വേറൊരു ലെവൽ ഓഫ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ നല്ല കോമഡി ആയിട്ട് ഇടയ്ക്കൊക്കെ ഒരുപാട് ചിരിക്കാനുണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ആണ്, വന്ന് കാണുക. ഓക്കെ, താങ്ക് യു. അതിപ്പം ത്രില്ലറാണ് ആക്ച്വലി, ബട്ട് ഒരു കോമഡി സ്റ്റൈലിലാണ് പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻഗേജിങ് ആണ്. അല്ല, വ്യത്യസ്തമാണ്. നമ്മൾ കണ്ടിട്ടുള്ള രീതിയല്ല. ഇതൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ മൂവിക്ക് വന്നിട്ടുള്ളത്. യെസ്, തീർച്ചയായിട്ടും ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാണുന്നവർക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വെരി ഇൻട്രസ്റ്റിംഗ്. GVM സാറും മമ്മൂക്കയും കൂടെ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇത് അതുതന്നെ ഇറ്റ്സ് വെരി എൻ്റർടൈനിങ്. ഹ്യൂമറൊക്കെ നന്നായിട്ടുള്ള ഒരു അടിപൊളി ത്രില്ലർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ്സ് ലവ്ലി ടു സീ. സാർ ഉണ്ടായിരുന്നു വാച്ച് ചെയ്യാൻ. ആൻഡ് പേഴ്സണലി എനിക്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഫോർ എ ലോട്ട് ഓഫ് അസ്. ബിക്കോസ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വിഷ്ണുദേവാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. ആളുടെ ഡെബ്യൂ ആണ് ഇൻ മലയാളം. റിയലി പ്രൗഡ് ഓഫ് ഹിം. വെരി ഹാപ്പി ആൻഡ് കൺഗ്രാജുലേഷൻ ടു ദ ഹോൾ ടീം. മമ്മൂട്ടി കമ്പനിയുടെ സാധാരണ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഇത് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഏറ്റവും നിരാശപ്പെടുത്തിയൊരു സിനിമയാണ് ഡൊമിനിക്ക്. കാരണം ടർബോ വരുമ്പോൾ തന്നെ, ടർബോയിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അതും മമ്മൂട്ടി കമ്പനിയുടെ അതുവരെ വന്ന നിരയിൽ ഏറ്റവും ലാസ്റ്റ് വെക്കാവുന്ന രീതിയിലായിരുന്നു എന്നാണ് ടർബോയെക്കുറിച്ച് എനിക്ക് അഭിപ്രായം. പക്ഷേ ടർബോ ഒരു ആക്ഷൻ എൻ്റർടൈനർ, നോ ലോജിക്ക് എന്ന രീതിയിൽ കാണുവാണെങ്കിൽ അതൊരു എൻ്റർടൈനറായിട്ട് വരുമായിരുന്നു. ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് വളരെ സ്ലോ പേസ് ആയിപ്പോയി തുടക്കം മുതൽ തന്നെ. പിന്നെ ഒരുപാട് നടന്മാർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഗോകുൽ സുരേഷ് ഒരിക്കൽ ആരും അങ്ങനെ മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്നവരിൽ കമൻറ്റബിൾ പെർഫോമൻസ് ആയിട്ട് വേറെ ആൾക്കാർ വന്നില്ല. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരുടെ കഥാപാത്രങ്ങളാരും നമ്മൾ പടം കഴിഞ്ഞ് ഓർത്തിരിക്കുന്ന രീതിയിലോ കഥയ്ക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിലോ ഒരു കഥാപാത്രവും വന്നില്ല. അതുപോലെ തന്നെ അവസാനത്തെ ട്വിസ്റ്റൊക്കെ ഒരു അത്യാവശ്യം ഓക്കെ എന്ന് പറയാമെങ്കിൽ അതാവുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ഫീലിംഗ് സിനിമയിൽ നിന്നുള്ള ഒരു സ്ക്രീനിൽ നിന്നുള്ള ഇതുണ്ടായി. പിന്നെ ഇവിടെ തന്നെ ഇത് സിനിമ കഴിഞ്ഞ് അങ്ങനെ അഭിപ്രായം പറയുന്നവർക്കെതിരെ ഭയങ്കരമായ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ ഇതേ തിയേറ്ററിൽ തന്നെ നമ്മൾ മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമകൾക്കും നല്ല അഭിപ്രായം വന്ന ഒരുപാട് ഈ തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം മാത്രമേ വരുള്ളൂ എന്നാണ് പൊതുവെ പറഞ്ഞത്. പക്ഷേ ഒരു ആവറേജ് അല്ലെങ്കിൽ ഇത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് പറയുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ പറയാണ് ഇത് നെഗറ്റീവ് പറയാൻ വേണ്ടി കരുതിക്കൂട്ടി വന്നതാണ്. അങ്ങനെ ഒരിക്കലും അല്ല. ഗൗതം വാസുദേവൻ മേനോൻ മമ്മൂട്ടി കമ്പനി ഒരുമിക്കുന്നു പറയുമ്പോഴുള്ള പ്രതീക്ഷകൾ അവർ ഹൈപ്പ് കൊടുത്തില്ലെങ്കിലും ഉണ്ടാവുമല്ലോ, രണ്ടുപേരുടെ ഹിസ്റ്ററി വെച്ചിട്ട്. അതിനൊത്ത് സിനിമ ഉയർന്നില്ല. ഒരു ആവറേജ്, ഒരു കണ്ടിരിക്കാമെന്നല്ലാതെ ഒരു ക്യാച്ചി ആയിട്ട് ഒന്നുമില്ലാത്തൊരു സിനിമയാണ് ഡൊമിനിക് എന്ന അനുഭവം. ഡൊമിനിക് എന്ന് പറയുന്ന ചിത്രം ഗൗതം വാസുദേവൻ മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ മലയാളത്തിൽ അരങ്ങേറ്റ ചിത്രം. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഫാമിലിയുമൊത്ത് കണ്ടാസ്വദിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന മമ്മൂക്കയായാലും നമ്മുടെ നായികയായാലും നമ്മുടെ ഗോകുൽ സുരേഷ് ആയാലും അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും, അമ്മ വേഷം ചെയ്തിരിക്കുന്ന ആ കഥാപാത്രങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി നമുക്ക് അധികം ബലം പിടിച്ചോ ശ്വാസം പിടിച്ചിരുന്നോ കാണേണ്ട ഒരു രീതിയിലല്ല അദ്ദേഹം ഗൗതം വാസുദേവൻ മേനോൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലിയുമൊത്ത് കോമഡിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയാണ്.